ഇൻഫ്ലുവൻസർ ദമ്പതികൾ തമ്മിൽ തലക്കടിച്ചു, തമ്മിൽ അടിച്ചു പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പരാതിയിൽ ഭർത്താവിനെതിരെ കേസ്. മനോരമയുടെ വാർത്തയാണ്. ചാലക്കുടിയിൽ ഇൻഫ്ലുവൻസർ ദമ്പതികൾ തമ്മിൽ സംഘർഷം. ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫുമാണ് ഏറ്റുമുട്ടിയത്. ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു. 9 മാസമായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. കഴിഞ്ഞ 25-നാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജിജി ഭർത്താവിനെ കാണാനെത്തിയത്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ്, എല്ലാ പത്രങ്ങളിലും ഇങ്ങനെയുള്ള വാർത്തകൾ വന്നു. ഇത് വലിയൊരു വാർത്തയാണ് കേട്ടോ. ഈ വാർത്ത എന്ന് പറഞ്ഞാൽ ഓരോ സകല പത്രത്തിലും പിന്നെ വലിയ വാർത്ത വന്നിരിക്കുകയാണ്. ഞാൻ ഈ ആരോപണം പണ്ട് മാരിയോ ട്രോജൻ കുതിരയാണെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഈ പൊതു ഇടങ്ങളിൽ ട്രോജൻ കുതിര എന്നുള്ള പദമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പിന്നീട് എല്ലാവരും അങ്ങ് ട്രോജൻ കുതിര എന്നുള്ള പദം പലർക്കും എതിരെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ മാരിയോ ട്രോജൻ കുതിരയാണെന്ന് ഞാൻ പറഞ്ഞു. അന്ന് അതിനൊത്തിരി വിമർശനങ്ങൾ ഞാൻ ഏറ്റു, പരിഹാസം ഏറ്റു, ചീത്തവിളി കേട്ടു. ഇത് മാരിയോ ജോസഫ് ട്രോജൻ കുതിര, ഇസ്ലാമിന്റെ ചാരണോ, ആരോപണങ്ങൾക്കുള്ള മറുപടി. ഇത് മാരിയോയുടെ ഭാര്യ പദം അലങ്കരിക്കുന്ന ജിജി മാരിയോ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അവർ പറയുന്നത് ശ്രദ്ധിക്കാം. ഞാൻ ജിജി മാരിയോ കണ്ടോ, അവർ ജിജി മാരിയോ ആണെന്ന് പറയുകയാണ്. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുടുംബത്തെ കുറിച്ച് അല്ലെങ്കിൽ മോട്ടിവേഷൻ കണ്ടോ, കുടുംബത്തെ കുറിച്ചാണ് സാധാരണ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇത് അസാധാരണമാണ്. ഈ വീഡിയോസ് തന്നെ അയച്ചു തന്നിരിക്കുക, ലിങ്ക് അയക്കുന്നു, വാട്സ്ആപ്പ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അയക്കുന്നു, ഒത്തിരി പേര് വിളിച്ച് പറയുന്നു. അതായത് ഞാൻ ചെയ്ത ഒരു വീഡിയോ അവർക്ക് ഒരുപാട് ആളുകൾ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ വീഡിയോ അത്രമാത്രം പോപ്പുലർ ആയി എന്നുള്ളതാണ്. വിളിച്ചു. അച്ഛന്മാർക്കും വലിയ കുണ്ഠിതം ഉണ്ടായി. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അച്ഛന്മാർ കുണ്ടി തപ്പിടണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ അച്ഛന്മാരും കുണ്ടി തപ്പും എന്നാണ് അവർ പറയുന്നത്. അച്ഛന്മാർക്ക് വലിയ കുണ്ഠിതം ഉണ്ടായി, അവരും അയച്ചു കൊടുത്തു. ഈ വീഡിയോയിൽ ഒത്തിരി എന്റെ ഭർത്താവ്, പേര് മാരിയോ ജോസഫ്, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം മാരിയോ ജോസഫ് എന്നാണ് പേര്. അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത്, സുലൈമാൻ തുർക്കി എന്നല്ല അദ്ദേഹത്തിന്റെ പേര്, മാരിയോ ജോസഫ് എന്നാണ്. അദ്ദേഹത്തെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിച്ച അല്ലെങ്കിൽ എല്ലാം അതേ ചെയ്ത് കണ്ട. ഞാൻ അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല സുഹൃത്തെ. ഈ സഹോദരി എന്നിട്ട് എന്റെ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. പേരുണ്ടായിരുന്ന ഒരു മുസ്ലിം മുല്ലാക്ക ഇപ്പൊ കത്തോലിക്ക വേഷം കെട്ടി മരിയോ സൂപ്പർ മാരിയോ ആയിട്ട് കത്തോലിക്ക ധ്യാനങ്ങൾ നടത്തുന്നു, കത്തോലിക്ക പള്ളികളിലൂടെ സഞ്ചരിക്കുന്നു, കത്തോലിക്ക കുടുംബങ്ങളിൽ അന്തി ഉറങ്ങുന്നു, അവിടെ ദുഷ്ട സ്വാധീനം ഉണ്ടാക്കുന്നു. അപ്പൊ ഈ വീഡിയോക്കെതിരായിട്ട് വളരെ വൈകാരികമായിട്ട് ഈ ജിജി മാരിയോ ഒരു പ്രതികരണം നടത്തുകയാണ്. ആ പ്രതികരണം വളരെ അധികം അവർക്ക് സഹായകമായി. ഒത്തിരി ആളുകൾ എന്നെ ചീത്ത വിളിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും പിന്നെ കത്തോലിക്ക പള്ളിയിലും വീടുകളിലൊക്കെ ഇവരെ വിളിക്കുകയും അങ്ങനെ ധ്യാനം നടത്തുകയും അങ്ങനെ അവർക്ക് കോടിക്കണക്കിന് വലിയ സമ്പത്ത് ഉണ്ടാകുകയൊക്കെ ചെയ്തു. അന്ന് എനിക്ക് കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇവരെ സംബന്ധിച്ചൊന്നും വിമർശിക്കാനൊന്നും പോയില്ല. അന്നുള്ള കാര്യം പറഞ്ഞു, ഇത് ഇന്ന പോലെയാണ്, ഇയാള് മുസ്ലിമാണ്. ഇയാൾ ആരാണ്? ഇയാൾ മുസ്ലിമാണ്. അപ്പോ ആത്യന്തികമായിട്ട് ഇയാൾ ഹൃദയത്തിൽ മുസ്ലിമാണെന്നും ഇസ്ലാമിക ദാവാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ഇദ്ദേഹം വേഷം കെട്ടിയിരിക്കുന്നതാണെന്നും ഞാൻ ആരോപണം വെച്ചു. ഫിലോക്കാലിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൗന്ദര്യത്തെ തേടിയവരാണ്. ഫിലോക്കാലിയ ദൈവ സൗന്ദര്യം. ഇപ്പൊ ഫിലോക്കാലിയ എന്നുള്ള പേര് എന്തിനാണ് ഇവർ എടുത്തത് എന്ന് എനിക്കിന്നും ഒരു ദുരൂഹമായി തുടങ്ങുന്നു. ഒരു അട്രാക്റ്റീവ് പേരായതുകൊണ്ട് ഇട്ടതായിരിക്കും. ഫിലോക്കാലിയ എന്ന പേരിൽ ഓർത്തഡോക്സ് വിശ്വാസികളുടെ ഒരു ബൃഹത്തായ ഗ്രന്ഥ സമുച്ചയമുണ്ട്. ആ ഗ്രന്ഥ സമുച്ചയത്തിന്റെ പേരാണ് ഫിലോക്കാലിയ. സൗന്ദര്യത്തെ സ്നേഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ദൈവിക സൗന്ദര്യം അല്ലെങ്കിൽ നിലനിൽക്കുന്ന സൗന്ദര്യം, എല്ലാ സൗന്ദര്യവും ക്ഷയിച്ചു വാടിപ്പോകുന്നതാണെന്നും സനാതനമായ സൗന്ദര്യം ദൈവത്തിൽ മാത്രമേ ദർശിക്കാൻ കഴിയുകയുള്ളൂ, ആ ഒരു ആശയമാണ് ഫിലോക്കാലിയ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നെയിം. അപ്പൊ ആ ബ്യൂട്ടിഫുൾ നെയിം എടുത്തു വെച്ചിട്ട് ഇവര് തികച്ചും ലൈംഗിക ആഭാസങ്ങളും അസംബന്ധങ്ങളും ആളുകളെ പഠിപ്പിക്കുക, കൊച്ചുകുട്ടികളോട് പോലും സെക്സ് പറയുക, ഇതൊക്കെയാണ് ഈ ദമ്പതികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് പുരോഹിതന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ജിജി മാരിയോ നമ്മുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ സെറാഫിൻ തിരുമേനിയുടെ ഒക്കെ പെറ്റായിരുന്നു. സെറാഫിൻ തിരുമേനിക്കാണെങ്കിൽ ജിജി മാരിയോയുടെ പ്രസംഗം കേട്ടിൽ ഓർക്കാൻ പറ്റും. അങ്ങനെ പുള്ളിക്കാരൻ വിളിച്ച് അടുത്തിരുത്തുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം ഒരു സുഖം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പുരോഹിതന്മാരുടെ പരിലാളനകളേറ്റ് ഇവരുടെ പ്രവർത്തനങ്ങൾ വളർന്ന് വികസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വികസിച്ച് വന്ന് അവസാനം ഇപ്പോൾ അവർ തമ്മിൽ അടിയായി. ഇത് വാർത്തകൾ നമ്മൾ പിന്നെ സ്ക്രീനെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് കാണാം, യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റു പ്ലാറ്റ്ഫോമിലെല്ലാം ഇന്ന് ഇതേ ഉള്ളൂ വാർത്ത. അപ്പൊ ഇത് എനിക്ക് ഒരുപാട് ആളുകൾ അയച്ചു തന്നു. അപ്പൊ എനിക്കിത് അയച്ചു തരുന്നതിന്റെ കാര്യം എനിക്ക് ഇവരോട് എന്തോ പൂർവിക വിരോധമോ വൈരാഗ്യം ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പ്രതികരിച്ചോട്ടെന്ന് ഓർത്തൊക്കെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ജിജി മാരിയോ ദമ്പതികളോട് ഒരു തരത്തിലുള്ള ഒരു വിരോധവും എനിക്കില്ല. അവര് ചെയ്യുന്നത് വഞ്ചനയാണെന്ന് അന്ന് ഞാൻ പറഞ്ഞു. അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. പിന്നീട് ഞാൻ അവരെ പറ്റി ഒരു ലൈവ് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഈ പുതുതായിട്ട് ഇവർക്കെതിരെ ഉണ്ടാകുന്ന ഈ വലിയൊരു സൈബർ ബുള്ളിങ് ആക്രമണം, അതായത് ഇവരെ ഇങ്ങനെ എന്തോ ഇതുവരെയും കേരളത്തിൽ ആരുടെയും കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിലാണ് ആക്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ സുലൈമാൻ തുർക്കി എന്ന് പറയുന്ന ഈ വ്യക്തി
കത്തോലിക്ക സഭയിലേക്ക് വന്നത് ഉദ്ദേശശുദ്ധിയോടെയാണെന്ന് അന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഇന്നും വിശ്വസിക്കുന്നില്ല, നാളെയും വിശ്വസിക്കില്ല. അതവിടെ നിൽക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഒരു സുതാര്യമായതോ നന്മ നിറഞ്ഞോ ആണെന്ന് ഞാൻ അന്നും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അതവിടെ വിട്ടു. അത് അന്ന് പറഞ്ഞു തന്നെ ഇന്നും പറയും. എന്നാൽ അവരുടെ കുടുംബജീവിതത്തിലേക്ക് ചൂഴ്ന്നു ചെന്ന് അവർ തമ്മിലുണ്ടായ ഒരു പൊരുത്തക്കേടിനെ പർവ്വതീകരിച്ച് അതെന്തോ വലിയൊരു സംഭവമാണെന്ന മട്ടിൽ നടത്തുന്ന ഈ സൈബർ ബുള്ളിങ്ങിനെ ഞാൻ അനുകൂലിക്കുന്നു. കുടുംബജീവിതമാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്, കുടുംബജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അത് ഇന്നുവരെ ആർക്കും സംഭവിക്കാത്ത മട്ടിൽ അങ്ങനെ ഇല്ല. കാരണം നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഈ തലമുറയിലെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സുവിശേഷകൻ ബെന്നി ഹിന്നാണ്, അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ്. ബാംഗ്ലൂരിൽ അദ്ദേഹം വന്നപ്പം 5 ലക്ഷം പേര് ആണ് കൂടിയത്. പൂനായിലും അദ്ദേഹത്തിന്റെ യോഗത്തിലാണ്ട് 3 ലക്ഷം പേരോ മറ്റോ കൂടി. ഈ 5 ലക്ഷം പേര് കൂടി എന്ന് പറഞ്ഞാൽ ഈ ചുമ്മാ തള്ളിവിടുന്ന ടൈപ്പ് 5 ലക്ഷം അല്ല, ഒറിജിനൽ 5 ലക്ഷം. കാരണം കിലോമീറ്ററുകൾ നീളത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി അവിടെ എല്ലാം നിറഞ്ഞു കവിഞ്ഞു വന്നത്. അതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ അട്രാക്ട് ചെയ്ത ആളാണ്. ഈ ബെന്നിഹിനും ഭാര്യയുമായിട്ട് അടിച്ച് പിരിഞ്ചാച്ച്, ഞാനും ജോജിയും അടിച്ച് പിരിഞ്ചാച്ച്. കാരണം പണം അമിതമായിട്ട് അനർഹമായ പണം കുത്തി ഒഴുകി വരുമ്പോൾ അത് ആരെയും തമ്മിൽ തെന്നിക്കും. അതിപ്പോ ഭാര്യയും ഭർത്താവാണെങ്കിൽ പോലും തമ്മിൽ തെന്നും. അങ്ങനെ ബെന്നിഹിനും ഭാര്യയായിട്ട് അടിച്ചു പിരിഞ്ഞു. അമേരിക്കയിൽ അവരുടെ പോപ്പുലാരിറ്റി കുത്തനെ ഇടിഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിലേ നമുക്ക് വീണ്ടും ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കൂ. അങ്ങനെ അവര് ഡിവോഴ്സ് ആയതാണ്. പിന്നെ അവരെല്ലാം മറന്ന് വീണ്ടും വിവാഹിതരായി ഇപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മൃഗശാലയിൽ അല്ലെങ്കിൽ നോഹയുടെ വെട്ടത്തിൽ മൃഗങ്ങളൊക്കെ ഇരുന്ന പോലെ അവർ ഒരു വള്ളത്തെ പോകുന്നുണ്ട്. പക്ഷേ ബെന്നിന്റെ പോപ്പുലാരിറ്റി എല്ലാം ഇടിഞ്ഞു പോയി. ഇന്ന് TV ഷോയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ 150 പേരെ സംഘടിപ്പിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടാണ്. കാലെ കയ്യെ പിടിച്ച് വന്നിരിക്കാമെന്ന് ചോദിക്കുകയാണ്. പണ്ട് ബെന്നിനെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ബെന്നിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഇട്ട് ബെന്നിനെ കാണുക, ഇതൊക്കെ വലിയ സ്വപ്നമാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ബെന്നിന്റെ TVN ഷോയ്ക്ക് ചെന്ന് ഇരിക്കാവോ എന്ന് ചോദിച്ച് ബെന്നിൻ ആളുകളെ വിളിക്കുന്നത്, വന്നിരിക്കൂ. അപ്പൊ ഞാൻ ഇരിക്കാനൊന്നും പോയില്ല കേട്ടോ. ഇപ്പൊ ലേലം വിളിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കുത്തനെ ഇടിഞ്ഞുപോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭ, പെന്റക്കോസ്റ്റൽ സഭ, ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാൽവരി ടെമ്പിൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഏറ്റവും വലുത്, ഇപ്പോഴും അത് വലുത് തന്നെയാണ്, ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ്. അവരുടെ ഒരു പുതിയ ആലയം ഈ കഴിഞ്ഞ മാസം അവർ പ്രതിഷ്ഠിച്ചിരുന്നു. 500 കോടി രൂപ മുടക്കിയാണ് അത് പണിതിരിക്കുന്നത്. അത്ര വലിയ ആലയമാണ്. 35,000 പേർക്ക് അതിനകത്ത് ഇരിക്കാന്നൊക്കെ പറയുന്നു. അപ്പൊ അത്രയും വലിയൊരു സഭയുടെ മെയിൻ പാസ്റ്റർ ഡി മോഹനാണ്. ഡി മോഹൻ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂര് ഉള്ള പോൾ ടങ്കയ്യ, ബാംഗ്ലൂർ ഏറ്റവും വലിയ സഭയാണ് പോൾ ടങ്കയ്യയുടെ സഭ, FGAG, ഫുൾ ഗോസ്പൽ അസംബ്ലീസ് ഓഫ് ഗോഡ്. ആ പുള്ളിയുടെ ഭാര്യ ആണെങ്കിൽ നാട് വിട്ടേ പോയി, വേറൊരു അസിസ്റ്റന്റ് പാസ്റ്ററുടെ കൂടെ പോയി. കുറെ നാൾ കഴിഞ്ഞ് പോയ മച്ചാൻ തിരുമ്പി വെച്ച് ഇപ്പൊ അവരുടെ വലിയ ലോകത്തിലാണ്. അപ്പൊ അതിനോടൊക്കെ ഇദ്ദേഹവും സഭയിലെ പല ആന്റിമാരുമായിട്ട് അദ്ദേഹവും വലിയ കറക്കങ്ങളൊക്കെ നടത്തി. ഇത് ഈ ഇവാഞ്ചലിക്കൽ ലോകത്തിലെ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം കരിക്കുന്നവരുടെ ഇടയിൽ ഒരു നിത്യസംഭവമാണ്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഈ മേഖലയെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിത് ഒരു പുത്തരിയൊന്നുമല്ല, പുതിയ സംഭവമല്ല. അതുകൊണ്ട് ഇങ്ങനെ ആളുകളെ ഉപദേശിക്കുന്ന, സുവിശേഷം കരിക്കുന്ന, സുവിശേഷം കരിക്കുക, അതാണ് കരിസ്മാറ്റിക് എന്ന് പറയുന്നത്, സുവിശേഷീകരണമെന്നാണല്ലോ. അപ്പൊ ഈ സുവിശേഷം കരിക്കുന്ന ഇവരെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആളുകൾ ഈ മെസ്സേജ് അയച്ച് അവരോടെല്ലാം എനിക്ക് നന്ദിയുണ്ട്, എന്നെ അറിയിച്ചതിന് നന്ദി. പക്ഷെ ഇതൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല. അവര് തൽക്കാലത്തേക്ക് തലയിൽ കെട്ടുമൊക്കെ കെട്ടി ഇങ്ങനെ നാടകമൊക്കെ നടത്തിയെങ്കിലും ക്രിസ്തുവിന്റെ ആ ഒരു ക്ഷമയിലും ദയയിലും ആർദ്രതയിലും കരുണയിലും, പ്രത്യേകിച്ച് കാണിക്കയെ പറ്റി ഓർക്കുമ്പോഴും അവർ തമ്മിൽ ലോഹിപ്പെട്ടോളും. അവരങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും അവർ പിരിഞ്ഞിരിക്കേണ്ടവരല്ലല്ലോ. അപ്പം വീണ്ടും മാരിയോ ജിജി ദമ്പതികൾ ഒന്നിച്ചു എന്നുള്ളതിൽ ആരാധകർക്ക് ആഹ്ലാദം പകർന്നുകൊണ്ട് അവർ വീണ്ടും ഒന്നിക്കുകയും ഒരുമിച്ച് ഒരു ബോട്ടിൽ സഞ്ചാരം തുടരുകയും ചെയ്യട്ടെ. അങ്ങനെ അവർക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഭാവുകങ്ങൾ അർപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ബെന്നിഹിന്റെ ഭാര്യയോട് ക്ഷമിക്കാമെങ്കിൽ ബെന്നിഹിന്റെ ഭാര്യയ്ക്ക് ബെന്നിഹിനോട് ക്ഷമിക്കാമെങ്കിൽ, അല്ലെങ്കിൽ പോൾ ടങ്കയ്യയുടെ ഭാര്യയ്ക്ക് പോൾ ടങ്കയ്യയോട് ക്ഷമിക്കാമെങ്കിൽ ഒരു അർത്ഥമുള്ള കാര്യമാണ്. ഇവർക്കും ഒരുമിച്ച് പോകാൻ പറ്റും. ഇനിയിപ്പോൾ അവർ ഒരുമിച്ച് പോയില്ലെങ്കിലും നാട്ടുകാർ തന്നെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈ സുവിശേഷകരുടെ ഇടയിൽ ഒരു പതിവാണ്. അവർക്കിതൊന്നും ബാധകമല്ല. അതുകൊണ്ട് അവർ ജീവിക്കുന്ന കാര്യമല്ലല്ലോ പ്രസംഗിക്കുന്നത്. നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങൾ ചിന്തിക്കുക അവർ പ്രസംഗിക്കുന്ന കാര്യമെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം.